അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഹാഷ് ബ്രൗൺസ്. നമുക്ക് ഉണ്ടാക്കിയാലോ? ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് ആയിട്ട് ഉണ്ടാക്കാം. വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഏകദേശം ഒരു 350 ഗ്രാമൊക്കെ ഉണ്ടാകും. ഇതിൻ്റെ തൊലി ഒന്ന് ചെത്തിയെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഐസ് വാട്ടർ ഒഴിക്കുകയാണ് നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ സാധാ തണുത്ത വെള്ളം ഒഴിച്ചിരുന്നാലും മതി. അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എക്സസ് ആയിട്ടുള്ള സ്റ്റാർച്ച് കണ്ടന്റ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഹാഷ് ബ്രൗൺസ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കണ്ടേ. 2 ഉരുളക്കിഴങ്ങും ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളത്തിൽ നിന്ന് ഉരുളക്കിഴങ്ങ് പിഴിഞ്ഞെടുത്ത് വേറൊരു ബൗളിൽ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 2-3 പ്രാവശ്യം ഇതുപോലെ തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കണം. നമുക്കിത് കഴുകി വാരിയെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അടിയിൽ ഇങ്ങനെ സ്റ്റാർച്ച് ഊറിയിട്ടുണ്ടാവും. അപ്പം 3 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്കൊരു അരിപ്പയിലേക്ക് ഒരു വൃത്തിയുള്ള തുണി വെച്ച് കൊടുക്കാം. അതിലേക്ക് ഇത് വാരി അങ്ങ് ഇട്ട് കൊടുക്കുകയാണേ. എന്നിട്ട് ഇത് നന്നായിട്ടങ്ങ് പിഴിഞ്ഞ് കളയണം. കാരണം നമ്മളിത് ഇരിക്കും തോറും ഇതിൽ നിന്ന് പൊട്ടറ്റോ എന്നുള്ള വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഈ എക്സസ് ആയിട്ടുള്ള വെള്ളം മുഴുവനായിട്ട് അങ്ങ് പിഴിഞ്ഞ് കളയാം. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ്, ഒരു 1/2 കപ്പൊക്കെ ഉണ്ടാവും, അതിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കാം. 1 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. മുട്ട കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ചേർക്കണമെന്നില്ല. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഹാഷ് ബ്രൗൺസ് കഴിക്കുന്ന സമയത്ത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1 ടീസ്പൂൺ ഒറിഗാനോ സീസണിങ് ചേർത്ത് കൊടുക്കാം. ഒറിഗാനോ സീസണിങ് ഇല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർത്തിരുന്നാൽ മതി. കുറച്ചൊരു നാടൻ ഫ്ലേവർ വരുന്നേ ഉള്ളൂ, എന്നാലും ടേസ്റ്റ് തന്നെയായിരിക്കും. ഇനി അതിലേക്കൊരു 1/2 ടീസ്പൂണൊക്കെ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 3 ടേബിൾ സ്പൂൺ മൈദയാണ്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ പത്തിരിപ്പൊടി ചേർത്താൽ മതി. നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടാനാണ് കോൺഫ്ലോർ ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈ വെച്ച് ഞരടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് മതി. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാവ് ഇങ്ങനെ ഒരുപാടായി പോകരുത്. വളരെ കുറച്ച് മാവ് മാത്രമേ ഉണ്ടാവുള്ളൂ. കൂടുതലും ഉരുളക്കിഴങ്ങാണ് വേണ്ടത്. കഴിഞ്ഞു. ഇനി ഒന്നുമില്ല, നമുക്കൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓരോ സ്പൂണായിട്ട് നമ്മുടെ ഈ മാവ് എടുത്ത് വെച്ച് കൊടുക്കാം. വെച്ചിട്ട് അതിന് ഷേപ്പ് എന്ന് പറഞ്ഞാൽ നീളത്തിലങ്ങ് ഷേപ്പ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തിരുന്നാൽ മതി. കഴിയുന്നതും തിന്നാക്കി എടുക്കുകയാണെങ്കിൽ നല്ല മുരിഞ്ഞ് കിട്ടാനൊക്കെ അതാണ് നല്ലത്. ഇപ്പോൾ കയ്യിൽ വേണേൽ വെച്ച് പരത്തിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പക്ഷെ അതിന് കഴിഞ്ഞും ഈസി ആയിട്ടുള്ളത് സ്പൂൺ കൊണ്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുന്നതാണ്. അതാകുമ്പോൾ കയ്യും പൊള്ളില്ല, എളുപ്പത്തിൽ കഴിയുകയും ചെയ്യും. ഇതിങ്ങനെ ഇട്ടതിന് ശേഷം പതുക്കെ സൈഡിൽ നിന്നൊക്കെ എല്ലാം ഒന്ന് അടുപ്പിച്ച് വെച്ച് കൊടുക്കുക. എല്ലാം ചെതറി പോവാതെ ഇരിക്കാൻ വേണ്ടി. അത് വെന്ത് വരുമ്പോഴത്തേക്കെല്ലാം ഒരുമിച്ച് തന്നെ ആയിക്കോളും. അപ്പോൾ ആദ്യം ഇടുമ്പം ഒന്ന് സൈഡിൽ നിന്നൊക്കെ ഒന്ന് തട്ടി ഒന്ന് ഒരുമിച്ചാക്കി കൊടുത്തിരുന്നാൽ മതി. ഇത് നമുക്ക് ഒരുപാട് ഹൈ ഫ്ലെയിമിലിടണ്ട, തീരെ ലോ ഫ്ലെയിം വേണ്ട, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ കുറച്ച് ഓയിൽ മാത്രം ഒഴിച്ചാൽ മതി, ഒരുപാടൊന്നും ആവശ്യമില്ല. ആ സൈഡൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്, നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും ആയി കഴിയുമ്പം എണ്ണയിൽ നിന്ന് എടുക്കാം. ഇതിപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്ന സമയത്ത് കുറച്ചൊരു എണ്ണ കുടിച്ച പോലെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് വെച്ച് കൊടുക്കാം. അപ്പോഴത്തേക്ക് ആ എണ്ണയൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്ത് നമുക്ക് കഴിക്കുന്ന സമയത്ത് ഒട്ടും എണ്ണ ഇല്ലാതെ കഴിക്കാനായിട്ട് പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇത് അമേരിക്കക്കാരുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് പക്ഷേ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എന്തായാലും ഇത് കഴിച്ചാൽ മതിയല്ലോ. നമ്മളൊക്കെ നല്ല ഹെവി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരല്ലേ. പക്ഷേ ഇത് ഹെവി തന്നെയാണ് കേട്ടോ. എന്നാലും നമുക്ക് ഇത് അങ്ങ് രാവിലെ കഴിക്കാൻ തോന്നില്ലല്ലോ. പക്ഷേ നമുക്കിത് ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാൻ ബെസ്റ്റ് റെസിപ്പിയാണ്. ചടപടാന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. എന്നാൽ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. വേണ്ടില്ല, ബാക്കി എണ്ണ ഒന്നും അങ്ങനെ കുറഞ്ഞിട്ടൊന്നുമില്ല. ഒഴിച്ച എണ്ണ അങ്ങനെ തന്നെ ഉണ്ട്. ഈ എണ്ണ ഒഴിക്കുന്നില്ല. അതിലേക്ക് തന്നെ നമുക്ക് അടുത്ത സെറ്റും ഇട്ട് കൊടുക്കാം. നമ്മുടെ ഹാഷ് ബ്രൗൺസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. മൊത്തം 9 എണ്ണമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഈവനിങ് സ്നാക്കായിട്ട് 3-4 പേർക്കൊക്കെ കഴിക്കാം. നമുക്കിത് വേണമെങ്കിൽ സോസ് കൂട്ടി കഴിക്കാം. സോസ് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇല്ലേലും കുഴപ്പമൊന്നുമില്ല. വെറുതെ കടിച്ച് മുറിച്ച് കറുമുറാന്ന് കടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഒന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റിട്ട് സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയാണ്. നല്ല തിന്നായിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കിയത്. പൊട്ടറ്റോ ആണെന്നൊന്നും പറയില്ല കേട്ടോ. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കായിട്ട് തോന്നുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കിയില്ലേ, എത്ര പെട്ടെന്ന് കഴിഞ്ഞു. പെട്ടെന്ന് വൈകുന്നേരങ്ങളിലൊക്കെ ഒരു സ്നാക്ക് ഉണ്ടാക്കണം തോന്നുമ്പോൾ ചടപടേ എന്നെടുത്ത് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.